ഇമ്പോസ്റ്റർ ഗെയിമിന്റെ പോലെ തന്നെ എല്ലാരും ഉണ്ട് ഗൈസ്. ആദ്യകുട്ടനെ ഒഴിച്ച് അമ്മ ഉണ്ട്, ആദ്യം പകരം അമ്മ ഉണ്ട് ഗൈസ്. സോ നമ്മൾ കളിക്കാൻ പോവാണ്. പേപ്പറൊക്കെ നമ്മൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഉണ്ണിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ എല്ലാത്തിനും അടയാളം വെച്ചിട്ടുണ്ടാവും. ആണോ? ഇനി അടുത്ത റൗണ്ട് തൊട്ട് അവൻ അടയാളം വെക്കൂട്ടോ. ആണോ? ഉറച്ചോ? കള്ളനാരാ? ചേച്ചിയാ? ആണോ? നീയാണോ? തുടക്കം കൊള്ളാം. ഇതാണ് തുടക്കം, ഇതാണ് തുടക്കം. ഞാൻ തുറന്നേ നോക്കിയില്ല. ഞാൻ തുറന്നു നോക്കട്ടെ. ആണോ? എന്റെ ഒന്ന് തുറന്നേ. നല്ല തുടക്കം. എനിക്ക് അത്ര നല്ലതല്ല. ഇവര് ടീം ഇട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി എന്താ പ്രത്യേകത എന്ന് വെച്ചാല് ദിയമോക്ക് ഇപ്പൊ എപ്പോഴും ഒരേ സാധനം തന്നെ. ഇപ്പൊ ഒരു കിങ് ആണ് ഓട്ടിക്കോ, അവളതിനൊരു ഓട്ട ഇട്ട് വെക്കും. ഇവനാണെങ്കിൽ അതിനൊരു മാർക്ക് ആ കിങ് വേറൊരാൾക്ക് കിട്ടുമ്പോഴാണ് ഇതിനെന്തൊരു ഓട്ട. ഓക്കെ, ഷോർട്ട് ഫിലിം ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് കണ്ടിട്ട് നമുക്ക് ബാക്കി. ഇതിലാരെ കള്ളൻ പറഞ്ഞോ? നീയാണോ? നീയാണോ കള്ളൻ? ഞാനാ കള്ളൻ. ഇതൊക്കെ വ്യക്തിനെ ഞാൻ ഇന്ന് തീർത്തു. കളി കഴിഞ്ഞിട്ടില്ല. കൊറേ കാലായാലും പിടികിടാതെ നടക്കണം. എങ്ങനെയുണ്ടായിരുന്നു? ലാസ്റ്റിലെ ഭയങ്കര ഫ്രണ്ട്സ്, ഞങ്ങൾ ഷോർട്ട് ഫിലിം കണ്ടിട്ട് തിരിച്ചു പോരാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ആ ദിയമോളുടെ ആ ഫോട്ടോ കാണിക്കാൻ ഞങ്ങൾ വിചാരിച്ചില്ല കേട്ടോ അങ്ങനെ ഒരു സീനുള്ള കാര്യം. അത് കണ്ടപ്പോ ഭയങ്കര അത്ഭുതമായി. ഷൂട്ട് കഴിഞ്ഞോ? ഇന്നത്തെ എപ്പിസോഡ് 3 പാക്കപ്പ് എന്ന് പപ്പ വിളിച്ചു പറഞ്ഞു. ഫ്രണ്ട്സ്, ഞാൻ ഒരു പുതിയ സാധനം ഓർഡർ ചെയ്തായിരുന്നു, ബ്രേസ്ലെറ്റ് സെറ്റ്. നിങ്ങൾക്കിത് ഉണ്ടാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബിൽ നോക്കുക. പിന്നെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സ്, ഞങ്ങൾ ഇത്രയും പേരാണ് ഉണ്ടാക്കുന്നത്. ഞാൻ, അനുചേച്ചി, ചേട്ടൻ, ഉണ്ണിച്ചേട്ടൻ. ഉണ്ണിയപ്പത്തിൽ ഉണ്ണിയുണ്ടോ? ഉണ്ണി ഉണ്ടാക്കി നോക്കട്ടെ. എനിക്ക് വേണം അല്ലേ? നമുക്ക് ഉണ്ടാക്കി തരാം കേട്ടോ. ഇതിന് ഇത്ര വലുപ്പം വേണ്ട. കാരണം എന്താ വെച്ചാൽ ഫ്രണ്ട്സ്, ഇത് ഉണ്ണിക്കുട്ടൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഉണ്ണിയപ്പത്തിൽ ഉണ്ണിയുണ്ടോ? ഉണ്ണിക്കുട്ടൻ ഉണ്ടാക്കി തന്ന ചെയിൻ കണ്ടോ, അടിപൊളി. നാളെ നമ്മുടെ ഉണ്ണിയുടെ ബർത്ത്ഡേ ആണ് ഗൈസ്. സന്തോഷ ജന്മദിനം.
സന്തോഷ ജന്മദിനം കുട്ടിക്ക്. എനിക്കൊരു എതിരാളി ജനിച്ച ദിവസമാണ് ഗൈസ്. അതെ, ഒറ്റയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഹോർലിക്സും ബൂസ്റ്റും ഒക്കെ പോയി. അപ്പൊ എന്റെ കാര്യം ആലോചിച്ചൊക്കെ ഇവിടെ വരും. അല്ല, ഞാൻ വ്ളോഗില് പറഞ്ഞിട്ടില്ലേ? വ്ളോഗില് ഗൈസ് നിങ്ങളിത് കാണുക. ഇവന് ചോറുണ്ണൂലാന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്ത് തിന്നുമായിരുന്നു, ബേക്കറികൾ ഇഷ്ടം പോലെ തിന്നും. അതാണ് ഗൈസ് നിങ്ങൾ ഈ കാണുന്നത്. അതെ അതെ അതെ. ഞാൻ നിങ്ങളിത് കാണുക. ബൂസ്റ്റ് ഉണ്ടല്ലോ, ഞാൻ ആദ്യമായിട്ട് കാണുന്ന എവിടുന്നാണെന്ന് അറിയാം, അലമാരിയുടെ തുണിയുടെ ഇടയിന്ന് അർജുമാമന് വേണ്ടി ഒളിപ്പിച്ച് വെച്ചേക്കാം. അത് എന്റെ അമ്മേന്റെ അമ്മ അച്ഛനും. അമ്മ ഇതിലുണ്ടോന്ന് എനിക്കറിയില്ല, അച്ഛനായിരിക്കാം. പക്ഷെ ഞാൻ അന്നേ തടിയുള്ള ആളാണ്, അപ്പൊ എനിക്ക് ബൂസ്റ്റ് ഒന്നും തന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ബൂസ്റ്റിന്റെ ബിസ്ക്കറ്റ് ഞാൻ ആദ്യമായിട്ട് കഴിക്കണത് അലമാരിയിൽ നിന്ന് ഇരുന്നിട്ടാണ്, അതും തുണിക്കിടയിലുള്ളത്. ഒന്ന് ആലോചിക്കണം. അതെ, സങ്കടം വരുന്നുണ്ടല്ലേ? എനിക്ക് അതിനേക്കാളും സങ്കടം വന്നായിരുന്നു. പക്ഷെ ഞാൻ ഒക്കെ തിന്നു തീർത്തു. അതെ, ദേവാണ് ഒളിപ്പിച്ചു വെക്കണ ആള്. അവിടെ ഗഡോ വടിയൊരു മല്ലന്മാർ കഴിഞ്ഞോ? ഇതില് ജയിക്കാൻ ആരാ നോക്കാം. വേണ്ട വേണ്ട, വലിയ ആൾക്കാരപ്പ വേണ്ട, കൈ ഒടിയുമോ? അത് നല്ലതാ. ക്യാമറ സൗണ്ട് മതി. ക്യാമറ പിടിക്കാനുള്ള കയ്യാണ്. അപ്പൊ ഗൈസ്, നമ്മുടെ ഉണ്ണിയുടെ ബർത്ത്ഡേ ആണ് നാളെ. സോ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. നാളെ നമുക്ക് ഷൂട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇന്ന് കേക്ക് കട്ട് ചെയ്യണത്. ഓക്കെ, കട്ട് ചെയ്താലോ? പോവാം. ചേച്ചി കൊടുക്ക്. സന്തോഷ ജന്മദിനം ഉണ്ണിക്കുട്ടൻ. ജന്മദിനം ഉണ്ണിക്കുട്ടന്. ഫ്രണ്ട്സ്, അർജുമാമൻ ഇവിടെ ഉണ്ടായിരുന്നു, ഞങ്ങൾ ആ കാര്യം മറന്നുപോയി. ഇവിടെ അവിടെ എന്നും കണ്ടോണ്ടിരുന്ന അതെ, വളരെ മിസ് ചെയ്യും ഞങ്ങള്.
ആ അതെ 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 ഇതേ കോസ്റ്റ്യൂമിൽ അതെ ഈസി മറ്റേ സീരിയലില്ലേ എപ്പോഴും അറിയണേ ഫ്രണ്ട്സ്. അപ്പം അനു നമ്മുടെ വീട്ടിൽ പാർക്ക് കാണുന്നു. അപ്പം നമ്മുടെ നിയമോളെയും ഉണ്ണിക്കുട്ടനെയും കൊണ്ടാക്കാൻ പോവാണ്. പക്ഷെ ഒരു വിഷമുണ്ട് കേട്ടോ. ഇനിയിപ്പം 3-4 ദിവസം കഴിഞ്ഞിട്ട് ഇനി ഷൂട്ടുള്ളൂ. അതെ, അപ്പോഴേ ഇനി ഇവരെ കാണുള്ളൂ. ഞങ്ങൾ വല്ലാണ്ട് അടുത്ത് പോയി. പിന്നെ ഉണ്ണി ഇൻട്രോവേർട്ട് ആവോ? അതെ, പിന്നെ എക്സ്ട്രോവേർട്ട് ആവണം. അല്ല ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നമ്മളെ കൂടെ കൂടിയുള്ള വൈബ് മനസ്സിലായില്ലേ? മിക്കവാറും ആൾക്കാർക്ക് നമ്മളുടെ ഇന്റർവ്യൂവിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന അതുപോലത്തെ ആൾക്കാർ തന്നെയാണോ വീഡിയോ അല്ലാതെന്ന്. നിങ്ങൾക്ക് എന്താ, നിങ്ങളാണ് അതിന് മറുപടി പറയേണ്ടത്. അതെ, വീഡിയോയിൽ കാണുന്നേക്കാൾ അടിപൊളിയാണ് ഇവരുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ. വൈബാണ്. ഉണ്ണി പറയൂ, ഓ ഉണ്ണിയൊന്നും ഉണ്ടായിരിക്കുന്നത് ചേച്ചിയാണ് ദേവു ചേച്ചി, നീ ചേച്ചി വെറും വേസ്റ്റ് എന്നൊക്കെ പറയുന്നത്. ഞാൻ പിന്നെ ഇന്നലെ പറഞ്ഞു ഇവിടെ മുതൽ എന്റെയാണെന്ന് ഞാൻ പറഞ്ഞു. നേരെ കണ്ടുകൂടാർത്ത അത് അനുവിന്റെ ഫ്രണ്ടിന്റെ ഈ കടാർത്താ പറ ഈ കട എന്തൊക്കെ ആർക്കും ഞങ്ങളതാ എവിടെ അമ്മ കുറച്ച് പേരും പോ. ഇത് ഈ അല്ല മെഡിക്കൽ ഷോപ്പല്ല അത്. അപ്പൊ നമ്മള് മെൻസ് ഫോറോയിൽ നിർത്തിയേക്കാണ്. കാറ്റില്ലട്ടോ, ഞാൻ ഇപ്പഴാ ശ്രദ്ധിച്ചേ. ടയറ് പഞ്ചറായ അതാ പോവാനൊരു വണ്ടി പോവാനൊരു സുഖല്ല. ഇറക്ക കൂടുതലില്ല ഉണ്ടോ? ഇതെങ്ങനെ ഉണ്ട് നീ മോളെ? ഉണ്ണിക്ക് നമ്മൾ ഗിഫ്റ്റ് വാങ്ങിയിരിക്കുന്നു. ഇഷ്ടായോ? അപ്പൊ നമുക്ക് പോയാലോ? പോവാം. ചെലവ് വരും. നിങ്ങള് വാ ഒരു ദിവസം വീട്ടിക്ക് വാ. ടാറ്റാ. പോവാണ് ഗൈസ് ഞങ്ങൾ 5 ദിവസത്തെ. ടാറ്റാ ഫ്രണ്ട്സ്. അപ്പം നമ്മള് നീയേനെയും ഉണ്ണിക്കുട്ടനെയും കൊണ്ടാക്കി. അനു നമ്മളെ ഒപ്പം ഉണ്ട് ഗൈസ്. നമ്മള് അനുവിനെ വീട്ടിൽ നിർത്തുകയാണ് ഗൈസ്. അനുവിന്റെ അമ്മ ഫൈനലി സമ്മതിച്ചു. പക്ഷെ അനിയൻ ഭയങ്കര കരച്ചിലാണെന്നാ പറഞ്ഞത്. ദിയമോക്ക് ഭയങ്കര സന്തോഷമായില്ലേ ദിയ? കറക്റ്റ് സമയത്താണ് ചേച്ചി സ്പീക്കറിലിട്ടെ. അപ്പൊ ദിയമോക്ക് ഹാപ്പി ഡേ ഗൈസ്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇനി ഷൂട്ട് 4 ദിവസം കഴിഞ്ഞിട്ടുള്ളൂ. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നമ്മൾ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. സോ എല്ലാവർക്കും ബൈ ബൈ.